Welcome to BSc Main Physics, Semester 5, Paper 3 Electronics, Unit 3 Transistors Continuation, and today the topic is frequency response of amplifier. Frequency response, Semester 5, BSc Main Physics, Paper 3 Electronics, class number 34, Frequency Response for BSc Main Physics. Before going to see the frequency response, we may see one more question from the decibel system. In the last class, we have studied the decibel system, and one more question remains from decibel system, that is characteristics of decibel system. Characteristics of decibel system. ഈ ഡെസിബിൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഡെസിബിൾ സിസ്റ്റം, ഈ പവർ ലെവൽ, പവർ ചേഞ്ച് അളക്കാൻ വേണ്ടി ഉള്ള ഒരു യൂണിറ്റ് ഡെസിബിൾ. അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് പവർ ഗെയിൻ്റെയും അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ്റെയൊക്കെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന് ഈ ഡെസിബിൾ സിസ്റ്റത്തിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? അങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസിബിൾ സിസ്റ്റം എന്ന് ചോദിച്ചാൽ പറയേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്? നമ്പർ 1, a dB is a measure of ratio and not an amount. ഇപ്പോൾ ഡി ബി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ അളക്കുന്ന രീതിയാണ്, അല്ലാതെ ഒരു തുക, ഒരു എമൗണ്ട് അല്ല. ഇറ്റ് ഡസ് നോട്ട് മെഷർ ദി ആക്ച്വൽ ഓർ അബ്സൊല്യൂട്ട് വോൾട്ടേജ് ഓർ പവർ ബട്ട് ഓൺലി ദർ ചേഞ്ചസ്. ഇത് അബ്സൊല്യൂട്ട് വോൾട്ടേജോ പവറോ അളക്കുന്നില്ല, ചേഞ്ച് മാത്രം അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഡെസിബിൾ ഇസ് നോൺ ലീനിയർ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ലോഗരിതമിക് സ്കെയിലാണ്. അപ്പോൾ ഷേപ്പ് ലീനിയർ ആയിരിക്കത്തില്ല, നോൺ ലീനിയർ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, മറിച്ച് അത് ഒരു കർവ് ആയിരിക്കും. ഇൻ ദിസ് decibel is non-linear, that is 20 dB is not twice as much പവർ ഓർ വോൾട്ടേജ് ആസ് 10 dB. ഇപ്പോൾ ഈ 10 dBയുടെ നേരെ ഇരട്ടി പവർ അല്ല 20 dB കാണിക്കുന്നത്. ലോഗരിതമിക് സ്കെയിൽ ആയതുകൊണ്ട് വാല്യൂസിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ലോഗരിതമിക് സ്കെയിൽ അബ്സൊല്യൂട്ട് വാല്യൂലേക്ക് മാറ്റുമ്പോൾ ഈ ഡബിൾ എന്നുള്ള മീനിങ് വരത്തില്ല, ഡബിളിലേക്ക് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ 10 dBയുടെ ഇരട്ടിയല്ല 20 dB നമ്മൾ ഈ അബ്സൊല്യൂട്ട് വാല്യൂ കണക്ക് കൂട്ടുമ്പോൾ. നമ്പർ 3, ദിസ് ലോഗ് ബേസ്ഡ് സിസ്റ്റം allows a tremendous range of power ratios to be encompassed by using only 2-digit numbers. വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് നമുക്ക് വളരെ കൂടിയ ഒരു പവർ ചേഞ്ച് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 1 മുതൽ 50,000 അല്ലെങ്കിൽ 1,00,000 വരെയുള്ള പവറുകളൊക്കെ നമുക്ക് 2 ഡിജിറ്റിൽ 1 മുതൽ 100 വരെയുള്ള 2 ഡിജിറ്റ് ടേം കൊണ്ട് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. വലിയ സംഖ്യകൾ ആവശ്യമില്ല. ഡെസിബൽ സിസ്റ്റത്തിൽ പവർ ചേഞ്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംഖ്യകളുടെ ഒരു ആവശ്യം വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി അല്ല, ഈ വലിയ സംഖ്യ വേണ്ടി വരുന്നില്ല എന്നുള്ള കാര്യം പറയാണ്. ഫോർ എക്സാമ്പിൾ 1 dB is equal to 1.26 of power ratio. 1.26 is to 1 power ratio. But 50 dB is 10⁵ is to 1 power ratio. അതാണ് ഈ 1 dB അല്ലെങ്കിൽ 50 dBയുടെ ഒരു കമ്പാരിസൺ. രണ്ടാമത്തെ നമ്മൾ 10⁵5 1,00,000 വരെ വന്നു. നമ്പർ 4, ടോട്ടൽ dB പവർ ഓഫ് എ കാസ്കേഡ് ആംപ്ലിഫയർ be found by simply adding the stage dBs, that is dB is equal to G1 plus G2 plus G3. ഈ ഡെസിബൽ സ്കെയില് ലോഗരിതമിക് ആയതുകൊണ്ട് ഒരു കാസ്കേഡ് ആംപ്ലിഫയർ, ഒരു മൾട്ടി
സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ പവർ കണക്കൂട്ടുമ്പോൾ നമുക്ക് ഈ ഡെസിബൽ പവർ കൂട്ടിയെടുത്താൽ മതി. ഡെസിബൽ പവർ കൂട്ടിയെടുത്താൽ ഒരു കാസ്കേഡ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, പല സ്റ്റേജുള്ള ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ ഗെയിൻ കിട്ടും. നേരെ മറിച്ച് അബ്സല്യൂട്ട് ആണെങ്കിൽ നമ്മൾ ഗുണിക്കേണ്ടി വരും. ഇപ്പോൾ A1, A2, A3 എന്നിങ്ങനെയാണ് അവയുടെ അബ്സല്യൂട്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറെങ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടാനായിട്ട് A1 × A2 × A3 എന്ന് എടുക്കണം. പക്ഷേ അതിനെ ഡെസിബിളിലേക്ക് മാറ്റിയിട്ട് ടോട്ടൽ പവർ ഗെയിൻ കണ്ടുപിടിച്ചാൽ GP = G1 + G2 + G3 അങ്ങനെ അഡീഷൻ നടത്തിയാൽ മതി. അപ്പോൾ ഇപ്പോൾ 4 പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. അതിന് ക്വസ്റ്റ്യൻ ആയിരിക്കും മെൻഷൻ ദ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസിബൽ പവർ സിസ്റ്റം. അപ്പം അതിൻ്റെ ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണ്. അടുത്തത് 0 ഡെസിബൽ റെഫറൻസ് ലെവൽ എന്നൊരു ടേം ഉണ്ട്. DBM എന്ന് പറയും. DBM, സ്മോൾ d ക്യാപിറ്റൽ B സ്മോൾ m. 0 ഡെസിബൽ റെഫറൻസ് ലെവൽ എന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. അത് നോക്കാം നമുക്ക്. We know GP = that is power gain in dB. We know GP = 10 log AP, that is 10 log Pt/P1. Let P1 = 1 milliwatt, that is 0.001 watt. അപ്പോൾ ഇവിടെ ഈ ഡെസിബൽ പവർ ഗെയിൻ നമുക്ക് 10 log AP ആണ്, അല്ലെങ്കിൽ 10 log Pt/P1 ആണ്. അതിൽ ആ P1നെ ഒരു മില്ലി വാട്ട് പവറായിട്ട് വിചാരിക്കുക. ഒരു മില്ലി വാട്ട് എന്ന് പറയുന്നത് 0.001 വാട്ടാണ്. ദെൻ GP = 10 log P2/0.001. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. Now the value of GP obtained is called 0 decibel reference level. അപ്പോൾ P2 എത്രയായാലും ഈ താഴെ 0.001 ഇട്ട് നമ്മൾ ആ GP കണക്കൂട്ടുമ്പോൾ ഇപ്പോൾ GP = 10 log P2/0.001 അത് കണക്കൂട്ടുമ്പോൾ കിട്ടുന്നതിനെയാണ് 0 ഡെസിബൽ റെഫറൻസ് ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ആസ് DBM. അതിനെ നമ്മൾ DBM എന്ന് എക്സ്പ്രസ് ചെയ്യും. Therefore 1 dBm എഴുതി നോക്കുക. 1 dBm സ്മോൾ d ക്യാപിറ്റൽ B m. 1 dBm is equal to 10 log P2/0.001. ഇനിയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന ടേബിളിലേക്ക് വരുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്. ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും അതുപോലെ ബാൻഡ് വിഡ്ത്തും നമ്മൾ പറയുകയാണ്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിലേക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് പവർ കൊടുക്കും. അത് ഒരു വർദ്ധിപ്പിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ ചെറിയ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് നമുക്കൊരു വലിയ ഇൻപുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിക്ക് ഒപ്പിച്ച് ഈ ഗെയിൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഗെയിനാണ് AV. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. എക്സ് ആക്സിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി AC വോൾട്ടേജാണ് കൊടുക്കുന്നത്. AC വോൾട്ടേജ് കിട്ടിയിട്ട് മാഗ്നിഫൈഡ് AC തരുന്നതാണ് ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം എന്ന് കരുതിയാൽ ആ ഇൻപുട്ടിന് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എക്സ് ആക്സിലും നമ്മൾ ഗെയിൻ അതായത് VO/VI അല്ലെങ്കിൽ PO/PI, ഇവിടെ വോൾട്ടേജാണ് ഉദ്ദേശിക്കുന്നത് AV, VO/VI അത് ഗെയിൻ AV, അത് Y ആക്സിലത് ഗ്രാഫ് വരൊക്കെയാണ്. എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും Y ആക്സിൽ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിയും Y ആക്സിൽ ഈ വോൾട്ടേജ് ഗെയിനെടുത്ത് ഗ്രാഫ് വരൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി കൂടുതൽ ഒപ്പിച്ച് ആ ഷേപ്പിലുള്ള അവിടെ കാണുന്ന ഷേപ്പിലുള്ള ഗ്രാഫ് കിട്ടും. ഇപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറവാണ്, ഒരു മിഡ് ഫ്രീക്വൻസി ആകുമ്പോൾ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഒരു ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ വീണ്ടും ഗെയിൻ കുറയുന്നത് കാണാം. അപ്പോൾ ഒരു സ്മൂത്ത് കർവാണ്. ആ മോളിൽ കുറച്ച് ഫ്ലാറ്റ് പോർഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫ്ലാറ്റായിട്ട് കുറേ പോർഷൻ ഉണ്ട് മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. ഈ താഴെ മുകളിലും 2 പോയിൻ്റ് ഉണ്ട്, AB പോയിൻ്റ്. അവിടെ ഗെയിൻ കുറയും. അപ്പോൾ ആ മിഡ് ഫ്രീക്വൻസിയുടെ നേരെ നമ്മൾ എഴുതിയിരിക്കുന്നത് AM മാക്സിമം വാല്യൂ ആണ്. ഈ AB എന്നുള്ള പോയിന്റിന് നേരെ നമ്മൾ Y ആക്സിൽ കാണിച്ചിരിക്കുന്നത് 0.707 AM എന്നാണ്. AM A മാക്സിമം. എക്കും ബിക്ക് നേരെ Y ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 0.707 AM ആണ്. മാക്സിമത്തിൻ്റെ 1/√2 മടങ്ങ്.
0.707, അത് 1/√2 ആണ്. The frequency versus gain ആണ് AV. Gain curve of an amplifier is called frequency response. ഫ്രീക്വൻസിയും വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറും അല്ലെങ്കിൽ ഗെയിനും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിനെ വിളിക്കുന്നവരെ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. The frequency versus gain of an amplifier is called the frequency response. While analyzing this curve, the values of frequencies are important. Two values of frequency are important. Three values of frequency are important. അപ്പോൾ ഈ കർവ് അനലൈസ് ചെയ്യുമ്പോൾ 3 ഫ്രീക്വൻസി നമുക്ക് പ്രാധാന്യമുള്ളതായിട്ട് വരും. ഏതൊക്കെയാണ് 3 ഫ്രീക്വൻസി? ഒരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, പിന്നെ ഒരു മിഡ് ഫ്രീക്വൻസി, പിന്നെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അങ്ങനെ 3 ഫ്രീക്വൻസി നമുക്ക് വരും. ഏതൊക്കെയാണ് ആ ഫ്രീക്വൻസി എന്ന് നമുക്ക് നോക്കാം. ആ 3 ഫ്രീക്വൻസി ഇനി പറയുന്നതാണ്. ഒന്ന് മിഡ് ഫ്രീക്വൻസി നടുക്ക് കാണുന്നത് ബിറ്റ്വീൻ F1 ആൻഡ് F2. ആ ഗ്രാഫിൽ എയുടെ നേരെ താഴെയുള്ള ഫ്രീക്വൻസി F1, ബിയുടെ നേരെ താഴെയുള്ള ഫ്രീക്വൻസി F2. അവയ്ക്ക് ഇടയ്ക്കുള്ള ഫ്രീക്വൻസി കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്ന ഭാഗത്തുള്ള ഫ്രീക്വൻസി അതിനെ മിഡ് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ മിഡ് ഫ്രീക്വൻസി റേഞ്ച്, രണ്ടാമത്തെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1, മൂന്നാമത്തെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ കാണാം. ആ ഗ്രാഫ് ഒന്നുകൂടി കാണിക്കാം. ഈ ഗ്രാഫിൽ AB ആണ് ഗ്രാഫ്. AB ആ A എന്നാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1, B അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2. ആ മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, മാക്സിമം വാല്യൂവിൽ നിൽക്കും. F1 F2 താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള അകലത്തെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി ആണ് എക്സ് ആക്സിൽ എടുക്കുന്നത്. ആ F1 F2 ഇടയ്ക്കുള്ള വ്യത്യാസം F2 - F1 അതിനെ ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത്. ഇപ്പോൾ 3 ഫ്രീക്വൻസിയാണ് നമ്മുടെ പരിഗണനയിൽ വരുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടേം വരും, എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. The lower cut of frequency and upper cut of frequency are those frequencies at which the voltage gain of the amplifier decreases to 0.707 times the mid frequency range. മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അവിടെ മാക്സിമം ഗെയിൻ ആയിരിക്കും AM ആയിരിക്കും, അല്ലെങ്കിൽ AVM ആയിരിക്കും, AV മാക്സ് എന്നൊക്കെ പറയും. എന്നാൽ ഈ ലോവർ ഫ്രീക്വൻസി F1 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2 ഗെയിൻ കുറഞ്ഞ് 0.707 ടൈംസ് AM ആയിട്ട് മാറും. ഈ 0.707 വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. 1/√2 ആണ്. അപ്പോൾ ഗെയിൻ കുറഞ്ഞ് 1/√2 ആകുന്ന 2 ഫ്രീക്വൻസി ഉണ്ട്. താഴെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, മുകളിലൊരു ഫ്രീക്വൻസി ഉണ്ട്. താഴെയുള്ള ഫ്രീക്വൻസി F1 ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും മുകളിലുള്ള ഫ്രീക്വൻസി F2 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും പറയും. So in the graph there are 3 important frequencies. The mid frequency, that is the middle portion at which the gain remains constant, A maximum, and there is a lower cut of frequency F1 at which the gain is 0.707 times A maximum. Upper cut of frequency point B F2 at which the gain is 0.707 A maximum again. So what is bandwidth? Bandwidth is F2 minus F1. Bandwidth. The frequency difference F2 minus F1 equal to delta F is called bandwidth. Bandwidth is a bandwidth. It is also known as pass band. The frequency difference F2 minus F1 is delta F. ആ എയിലെയും ബിയിലെയും ഫ്രീക്വൻസി വ്യത്യാസം അത് നമ്മൾ F2 മൈനസ് F1 എന്ന് എഴുതും. The frequency difference F2 minus F1 equal to delta F is called bandwidth.
ബാൻഡ് വിഡ്ത്ത് BW, ബാൻഡ് വിഡ്ത്ത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസ് ബാൻഡ്. ബാൻഡ് വിഡ്ത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാസ് ബാൻഡ്. ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ പാസ് ബാൻഡ് എന്ന് വിളിക്കും. ഇനി ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി രണ്ടെണ്ണം പറഞ്ഞല്ലോ, F1 F2, അവയെ വിളിക്കുന്ന മറ്റ് ചില പേരുകളാണ് ഹാഫ് പവർ പോയിന്റ് അല്ലെങ്കിൽ -3 dB പോയിന്റ് എന്ന് പറയും. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിന്റ് ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിന്റ് ആർ കോൾഡ് ഹാഫ് പവർ പോയിന്റ്സ് or -3 dB points. So the question may be like this: in the frequency response curve, what are half power points or -3 dB points? ഹാഫ് പവർ പോയിന്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് -3 dB points. In the frequency response curve, we have seen the lower cut off frequency F1, upper cut off frequency F2. They are also known as half power points or -3 dB points because at A and B the power is half the maximum power, and also the power change is -3 dB. That we can see here. Figure represents the frequency response of an amplifier. നമ്മൾ നേരത്തെ വരച്ച പടം ഒന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. The points A and B of the curve represents lower cut off frequency and upper cut off frequency. പടത്തിൽ എയും ബിയും നേരെയുള്ള ഫ്രീക്വൻസികൾ, അതാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ആ കർവിൽ എ ബി രണ്ട് പോയിന്റുകളാണ്, അതാണ് കട്ട് ഓഫ് പോയിന്റ്സ്. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആർ കോൾഡ് ഹാഫ് പവർ പോയിന്റ്സ്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയെയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയെയും വിളിക്കുന്ന പേരാണ് ഹാഫ് പവർ പോയിന്റ്സ്. In the curve, the frequency F1 is called lower cut off frequency and F2 is called upper cut off frequency, and these two points are also called half power points or -3 dB point. See the meaning of half power point. At half power points A and B, power P is half P maximum. Power maximum in half ആയിരിക്കും എയിലും ബിയിലും. Where P maximum is P മിഡ് ഫ്രീക്വൻസി. മിഡ് ഫ്രീക്വൻസിയിലാണ് ഗെയിൻ മാക്സിമം. അതുകൊണ്ട് ഈ പി മാക്സിമം മിഡ് ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി പവർ മാക്സിമം ആണ്. അതിൻ്റെ പകുതിയായിരിക്കും ഹാഫ് പവർ പോയിന്റിലെ പവർ, അല്ലെങ്കിൽ ഈ F1 F2 പവർ. അത് നമുക്കൊന്ന് കണക്കൂട്ടി കാണിക്കാം. ലെറ്റ് മാക്സിമം പവർ ഈക്വൽ ടു പി മാക്സ്. മാക്സിമം പവർ പി മാക്സ് എന്ന് വിചാരിക്കുക. ബട്ട് പി മാക്സ് പ്രൊപ്പോർഷണൽ ടു വി മാക്സ് സ്ക്വയർ. വോൾട്ടേജിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് ഈ പി മാക്സ്. At A and B, power P. At A and B, power P proportional to V square. എയിലും ബിയിലും പവർ വോൾട്ടേജിന്, അവിടെയുള്ള വോൾട്ടേജിന് സ്ക്വയറിന്. മാക്സിമം പവർ, അതായത് ആ എ ബിക്ക് ഇടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് പി മാക്സ് പ്രൊപ്പോർഷണൽ ടു ബി മാക്സ് സ്ക്വയർ ആണ്. പവർ എപ്പോഴും ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. Then power gain AP, power gain കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് P2 by P1. പവർ ഗെയിൻ ഇസ് P2 by P1. സ്ക്വയർ ഒന്നുമില്ല, അത് തുടച്ചിരിക്കുകയാണ്. P2 by P1. ദാറ്റ് ഈസ് AP ഈസ് ഈക്വൽ ടു P2 അവിടുത്തെ വോൾട്ടേജ് V ആയിട്ട് വിചാരിച്ചാൽ V സ്ക്വയർ, പിന്നെ P1 അത് മാക്സിമം പവറായിട്ട് വിചാരിക്കുകയാണ് V മാക്സ് സ്ക്വയർ. എന്താണ് V എന്ന് പറഞ്ഞാൽ? അതായത് F1 F2 ഫ്രീക്വൻസിയിലെ വോൾട്ടേജ്, അല്ലെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്തിന് പ്രൊപ്പോർഷണലാണ്? അത് 0.707 AM പ്രൊപ്പോർഷണലാണ്. അവിടുത്തെ ഗെയിൻ F1 F2 ഗെയിൻ നമ്മൾ എഴുതിയിട്ടുള്ളത് 0.707 ഗ്രാഫിലുണ്ട്. അതിൻ്റെ സ്ക്വയർ ബൈ AM സ്ക്വയർ. ഈ വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡിന്, അത് ഗെയിനിന് പ്രൊപ്പോർഷണലാണ്. വോൾട്ടേജ് ഗെയിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ V സ്ക്വയർ ബൈ V മാക്സ് സ്ക്വയറിനെ നമുക്ക് 0.707 AM മാക്സിമം ഗെയിൻ സ്ക്വയർ ബൈ 0.707 ടൈംസ് ഓഫ് എ മാക്സിമം സ്ക്വയർ ബൈ എ മാക്സിമം സ്ക്വയർ. എ മാക്സിമം സ്ക്വയർ താഴെ മുകളിൽ വെട്ടിപ്പോയിട്ട് നമുക്ക് 0.707 സ്ക്വയർ എന്ന് കിട്ടും. അത് 0.5 ആണ്. കാരണം ഈ 0.707 1/√2 ആണല്ലോ. 1/√2 സ്ക്വയർ 1/2 ആണ്. 1/2 0.5 അല്ലെങ്കിൽ 1/2 എന്ന് കിട്ടും.
അപ്പോൾ എന്താണ് എ പി ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഈ ഹാഫ് പവർ പോയിന്റിൽ എ പി ഇസ് 1/2. എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? P2/P1. P2/P1 ഈസ് 1/2. P2/P1 ഈസ് 1/2. ദാറ്റ് ഈസ് പവർ അറ്റ് എ ഓർ ബി ഈക്വൽ 1/2 ഓഫ് മാക്സിമം പവർ. എയിലെ അല്ലെങ്കിൽ ബിയിലെ പവർ മാക്സിമം പവറിൽ 1/2 ആണ്. ഹെൻസ് എ ആൻഡ് ബി ആർ കോൾഡ് ഹാഫ് പവർ പോയിന്റ്സ്. അപ്പോൾ എയിലെയും ബിയിലെയും പവർ മാക്സിമം പവറിൽ 1/2 ആയതുകൊണ്ട് നമ്മൾ എ ബി ഈ കട്ട് ഓഫ് പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ഹാഫ് പവർ പോയിന്റ്സ്. അവയെ വീണ്ടും വിളിക്കുന്ന മറ്റൊരു പേരാണ് -3 dB പോയിന്റ്സ്. -3 dB പോയിന്റ്സ് നമ്മൾ അവിടെയുള്ള പവർ ഡെസിബിൾ കണ്ടു. പവർ ഗെയിൻ ഡെസിബിൾ കാണുമ്പോൾ നമുക്ക് -3 dB എന്ന് കാണാം. എ ആൻഡ് ബി ഹാഫ് പവർ പോയിന്റ്സ് ആർ ഓൾസോ കോൾഡ് -3 dB പോയിന്റ്സ്. എ ബി ഈ രണ്ട് പോയിന്റുകളെ നമ്മൾ -3 dB പോയിന്റ്സ് എന്ന് പറയും. ദിസ് ഈസ് ബിക്കോസ് ജി പി ഇസ് ലോഗ് എ പി. ഡെസിബിൾ പവർ കാണുമ്പോൾ നമുക്കത് അബ്സല്യൂട്ട് പവറിൻ്റെ കോമൺ ലോ ഒരു ഇതാണ്, ലോഗ് എ പി ആണ്. ലോഗ് എ പി. ദാറ്റ് ഈസ് ജി പി ഇസ് ഈക്വൽ ടു 10 log P2/P1 ഈക്വൽ 10 log P2 എന്ന് പറഞ്ഞാൽ എയിലെ ബിയിലെ പവർ, എയിലെ അല്ലെങ്കിൽ ബിയിലെ പവർ 0.707 AM². വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ആണല്ലോ പവർ ബൈ AM². AM² വെട്ടിപ്പോകുമ്പോൾ 10 log 0.707 സ്ക്വയർ 10 log 0.5. ഈ ലോഗ് 0.5 കോമൺ ലോ എന്താണ്? -0.3010 ആണ്. നമ്മൾ കാൽക്കുലേറ്റർ നോക്കിയാൽ കാണാം. ലോഗ് 0.5 to the base 10 is -0.3010. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -3.01. ആ 0 അങ്ങ് ഉപേക്ഷിക്കുക. ഇപ്പോൾ -3 dB. ഇപ്പോൾ കട്ട് ഓഫ് പോയിന്റിലെ ഹാഫ് പവർ പോയിന്റിലെ പവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3 dB ആണ്. അതുകൊണ്ട് ആ പോയിന്റുകളെ -3 dB പോയിന്റുകളെന്ന് വിളിക്കുക. ദാറ്റ് ഈസ് at cutoff frequencies, cutoff points, the power gain falls by 3 dB. Minus ആകുമ്പോൾ falls by 3 dB. So the two cutoff frequencies F1 and F2 are called half power points. അതുകൊണ്ട് ഈ രണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസിയെയും നമ്മൾ ഹാഫ് പവർ പോയിന്റ്സ് എന്ന് പറയും. അപ്പോൾ എ കോമ ബി എന്ന രണ്ട് പോയിന്റിൽ അവിടെ ഗെയിൻ 0.707 എ മാക്സിമം ആകും. ആ പോയിന്റുകളെ വിളിക്കുന്ന മറ്റ് പേരുകളാണ്, കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിന്റുകളെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് ഹാഫ് പവർ പോയിന്റ്സ് അല്ലെങ്കിൽ -3 dB പോയിന്റ്സ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കാം. എക്സ്പ്ലൈൻ ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ആർ ഹാഫ് പവർ പോയിന്റ്സ്, വൈ ദി ആർ കോൾഡ് -3 dB പോയിന്റ്സ്. അപ്പോൾ മുകളിൽ കാണുന്ന ഉത്തരമാണ് പറയേണ്ടത്. നമ്പർ 3, ഷോ ദാറ്റ് അറ്റ് ഹാഫ് പവർ പോയിന്റ്സ് the power gain falls by 3 dB. അത് മുകളിലെ കാൽക്കുലേഷൻ പറയണം. ഷോ ദാറ്റ് അറ്റ് ഹാഫ് പവർ പോയിന്റ്സ് the power gain falls by 3 dB. falls by 3 dB എന്ന് വെച്ചാൽ മൈനസിൻ്റെ ആവശ്യമില്ല, മൈനസ് വരുമ്പോഴാണ് ഫാൾ ആകുന്നത്. സോ ക്വസ്റ്റ്യൻ 3 ഈസ് ഷോ ദാറ്റ് at half power points the power gain falls by 3 dB. അപ്പോൾ അതിന് ഉത്തരം മുകളിൽ കാണുന്ന എഴുതിയാൽ മതി. നമ്മൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. That is all with your 34th lecture on electronics. We continue. Then last class, next in this chapter, one more topic is remaining, that is emitter follower circuit. Emitter follower. With emitter follower, we complete this chapter, transistors. Thank you very much.